നമസ്കാരം. അങ്ങനെ ഓണച്ചിത്രങ്ങളിലേക്ക് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ട് വന്നിരിക്കുകയാണ് ഹൃദയപൂർവ്വം. സത്യനന്തിക്കാടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻലാലും സത്യനന്തിക്കാടും എന്ന് പറയുന്ന ഈ ഒരു കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല സിനിമകൾ മലയാളികൾക്ക് മുന്നേ സമ്മാനിച്ചിട്ടുണ്ട്. 10 വർഷമായി ഇവർ തമ്മിലൊരു സിനിമ കൂട്ടുകെട്ടിൽ പിറന്നിട്ട് എന്നുള്ളത് ഇന്ന് ഗൂഗിൾ നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ രസതന്ത്രം എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരുപാടധികം ദിവസങ്ങളിൽ ഓടി റെക്കോർഡ് സൃഷ്ടിച്ചിട്ടൊക്കെയാണ് ആ ഒരു സിനിമ തിയേറ്റർ വിട്ട് പോയത്. അങ്ങനെ വീണ്ടും ഒരു സിനിമ ഇന്ന് പിറവി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് പ്രമോഷനൊന്നും സത്യത്തിൽ കൊടുത്തിട്ടില്ല. ട്രെയിലർ വരെ ലാസ്റ്റ് ഇറങ്ങുന്ന 2 ദിവസം മുന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു സിനിമ എന്താണെന്നുള്ളത് കൂടുതൽ പിടുത്തങ്ങളൊന്നും തരാതെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ കൂടുതൽ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഒരു പ്രത്യേക ഗെറ്റപ്പിൽ മോഹൻലാലിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫേസും കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും കൂടിയിട്ട് മുടിയിലൊരു ചെമ്മൻ കളർ കൊടുത്തിട്ടുള്ള ഒരു ഫേസാണ് നമുക്ക് ഇത്രയും ദിവസം കാണാനൊക്കെ കഴിഞ്ഞത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന് പറയുന്ന സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഗംഭീരമായിട്ടുള്ള റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് കളം വിട്ടു പോയത്. അപ്പോൾ അടുത്തൊരു സിനിമ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഇറങ്ങിയ അതേപോലെ തന്നെയാണ് കൂടുതൽ പ്രേക്ഷകർ ഈ സിനിമയെ കാണാൻ പോയത്. പ്രതീക്ഷകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യനന്തിക്കാടിൻ്റെ സംവിധാനം എന്ന് പറയുമ്പോൾ മുന്നത്തെ പടങ്ങളെ നമ്മൾ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. സ്വാഭാവികം ഞാനടക്കം അങ്ങനെ തന്നെയാണ് തിയേറ്ററിലേക്ക് പോയത്. പക്ഷേ സത്യനന്തിക്കാടിൻ്റെ എല്ലാ സിനിമകളിലുള്ള പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഇന്നസെൻറ്റ്, മാമുക്കോയ, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണീഷൻ, അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു ഭാഗം. ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല. സപ്പോസ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. KPC ലളിത എന്നൊക്കെ പറയുന്ന നടിയെന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. സത്യനന്തിക്കാടിൻ്റെ എല്ലാ സിനിമകളും കൂടുതൽ ഭംഗിയാക്കുന്നതും ഇവരൊക്കെ വരുമ്പോൾ തന്നെയാണ്. അപ്പം അത്രയും തരം കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെ സത്യനന്തിക്കാടിന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിച്ചപ്പോൾ കുറച്ച് പുതുമുഖങ്ങളെ, പഴയതുപോലെ തന്നെ കുറച്ച് പുതുമുഖങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന് ഒപ്പം നിൽക്കാൻ, കട്ടയ്ക്ക് അവസാനം വരെയും സപ്പോർട്ടായി നിൽക്കാൻ മുകേഷൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ, മോഹൻലാലിന് ശ്രീനിവാസനൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ അവസാനം വരെയും പ്രേമലു എന്ന് പറയുന്ന അറട്ട് സിനിമയിലൂടെ മലയാളികൾക്ക് ഏറ്റവും അധികം പരിചയമായി വന്നിട്ടുള്ള സംഗീത് പ്രതാപ് എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റാണ് ഈ ഒരു സിനിമയിൽ മോഹൻലാലിനെ കൂട്ടുകെട്ടായിട്ട് നിൽക്കുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ പടത്തിൻ്റെ അവസാനം വരെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സംഗീത് പ്രതാപിനെയൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് കയ്യടികൾ വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൗണ്ടറുകളൊക്കെ ശരിക്കും ഏൽക്കുന്നുണ്ട്. തിയേറ്ററിൽ ഫാൻസുകാർക്ക് എണീറ്റ് നിന്ന് കയ്യടിക്കാനുള്ള ഭാഗങ്ങളൊന്നും ഒരുപാടില്ല, എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ മോഹൻലാലിനെ കാണിക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ എണീറ്റ് കൈയടിക്കുന്നതും അല്ലെങ്കിൽ കൂക്കി വിളിക്കുന്നതും അല്ലെങ്കിൽ പിസിലടിക്കുന്നതൊക്കെ നമുക്ക് ലാലേട്ടനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരുപാട് മാനറിസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിഭാഗങ്ങളുണ്ട്. ഒടിയൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് നമ്മളൊക്കെ അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയത്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരുപാടധികം മാനറിസങ്ങളൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ചില ഭാഗങ്ങളൊക്കെ ചില രസങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സത്യനന്തിക്കാടിൻ്റെ സിനിമയിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതും ഈ ഒരു സിനിമയിലും അങ്ങനെ ഒരു 3-4 പാട്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകളാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കാത്ത രീതിയിലുള്ള പാട്ടുകളാണ്. ഒരുപാട് അങ്ങനെ ചവിട്ടിക്കുത്തൊന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ ഒരു മലയാള തനിമയിലൂടെ കുറച്ച് നല്ല നല്ല പാട്ടുകളുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ചിത്രീകരണം പൂനെ ഭാഗത്തായതുകൊണ്ട് തന്നെ കുറച്ച് ആ ഭാഷകളൊക്കെ ചേർത്തുകൊണ്ട് ഒരു പാട്ടുണ്ട്. എങ്കിലും നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് ഈ ഒരു സിനിമ ഇൻ്റർവെല് വരെ നല്ല പക്ക എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ലോജിക്ക് നോക്കിയിട്ട് തന്നെയാണ് ഇൻ്റർവെല് വരെയും ഓരോ സീനുകൾക്ക് അനുസരിച്ചുള്ള കോമഡി ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിദ്ദിഖ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. സിദ്ദിഖിൻ്റെ ഭാഗങ്ങൾ കുറച്ചൊക്കെ നാടകീയമായിട്ട് തോന്നിയെങ്കിലും കൂടിയിട്ട് ഒപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന, സിദ്ദിഖിന് ഒരുപാട് കയ്യടികൾ വരുന്ന സീനുകളും ഉണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ ചിന്താവിഷ്ടയ ശ്യാമള എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളി കുടുംബങ്ങളിൽ വന്നുപെട്ടിട്ടുള്ള ഒരു നടിയുണ്ട്, സംഗീത. അവർ ഈ ഒരു സിനിമയിലുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു മലയാള സിനിമയിലൂടെ അവർക്ക് വീണ്ടും കടന്നു വരാനുള്ള ഒരു അവസരം സത്യനന്തിക്കാട് ഈ ഒരു സിനിമയിലൂടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗങ്ങൾക്ക് അടിപൊളിയായിട്ട് അവർ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പിന്നെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മുന്നത്തെ സിനിമകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൽ അവരുടെ ഡബ്ബിങ് കൊടുത്തിട്ടുള്ള വോയിസ് അത് നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ട് ആരാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു ചെറിയൊരു അരോചകം പോലെ നമുക്ക് അവരുടെ വോയിസിൽ നമുക്ക് തോന്നിയെന്ന് മാത്രം. പിന്നെ മോഹൻലാൽ നായികയായിട്ട് വന്നിട്ടുള്ള നടിയുടെ പേര് മാളവിക ആണ്. മാളവിക പട്ടം പോലെ എന്ന് പറയുന്ന ദുൽഖറിൻ്റെ സിനിമയിലൂടെ നായികയായി വന്നിട്ടുള്ള നായികയാണ്. അവരുടെ അഭിനയം കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ലാലു അലക്സിനെ നല്ലൊരു കോമഡി കഥാപാത്രമായിട്ട് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ പഴയ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒന്ന് സത്യനന്തിക്കാട് നമുക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളായിട്ടുള്ള വലിയ വലിയ സിനിമകളൊന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊച്ചു സിനിമയിൽ പണ്ടത്തെ കുറച്ച് ആൾക്കാരൊക്കെ ചേർത്തിക്കൊണ്ട് ഈ ഒരു സിനിമ
ഒരു ഫുൾ പാക്കേജായിട്ട് അവസാനിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇൻ്റർവെല്ല് വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് കുറച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയാം. കാരണം കഥയിൽ വരുത്തിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമ ഫൈനലിൽ എത്തുമ്പോൾ കുറവുകൾ എന്തൊക്കെയോ എവിടെയോ ഫീൽ ചെയ്ത പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു വൺ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ വരും നാളുകളിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവായിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും സിനിമ വരും നാളുകളിൽ വെക്കേഷനാണ്, ഓണം സിനിമയായിട്ട് ഇറങ്ങിയിട്ടുള്ള മോഹൻലാലിൻ്റെ ഹാട്രിക് വിജയം നേടിയിട്ടുള്ള മൂന്നാമത് സിനിമ കൂടി ആയിരിക്കും ഈ ഒരു ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.